നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശിച്ചതായി സർക്കാർ അറിയിച്ചു. വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശിച്ചതായി സർക്കാർ അറിയിച്ചു. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ലോകകപ്പ് ഫൈനൽ തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്നതിനാലാണ് തീരുമാനം. അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. പുലർച്ചെയാണ് ഫൈനൽ മത്സരം നടക്കുന്നത് എന്നതിനാൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സൗകര്യമൊരുക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അവധി പ്രഖ്യാപിച്ചത്. അർജന്റീന സ്പെയിൻ ടീമുകൾ തമ്മിലുള്ള വാശിയേറിയ ഫൈനൽ പോരാട്ടം കാണാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ. കടലിൽ കുളിക്കാനിറങ്ങി തിരയിൽപ്പെട്ട് കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ തളിക്കുളം തമ്പാൻ കടലിൽ കുളിക്കാനിറങ്ങിയ വാടാനപ്പള്ളി കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി നാദൃഷയാണ് മരിച്ചത്. കടലിൽ കുളിക്കാനിറങ്ങി തിരയിൽപ്പെട്ട് കാണാതായ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ തളിക്കുളം തമ്പാൻ കടലിൽ കുളിക്കാനിറങ്ങിയ വാടാനപ്പള്ളി കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി നാദൃഷയാണ് മരിച്ചത്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തായാണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ കടലിൽ കുളിക്കാനിറങ്ങിയ കുട്ടി തിരയിൽപ്പെടുകയായിരുന്നു. മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് ഞായറാഴ്ച പുനരാരംഭിച്ച തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോട്ടയം നഗരമധ്യത്തിൽ മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഒരാളുടെ കൊലപാതകത്തിൽ കലാശിച്ചു. സെൻട്രൽ ജംഗ്ഷനിൽ വാക്കേറ്റത്തെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചത്. കോട്ടയം നഗരമധ്യത്തിൽ മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത് ഒരാളുടെ കൊലപാതകത്തിൽ കലാശിച്ചു. സെൻട്രൽ ജംഗ്ഷനിൽ വാക്കേറ്റത്തെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് യുവാവ് കുത്തേറ്റു മരിച്ചത്. പാമ്പാടി കോത്തലത്തടത്തിൽ പുത്തൻപുരയിടത്തിൽ 30 വയസ്സുള്ള വിനീതാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിയായ മാങ്ങാനം പുത്തൻപറമ്പിൽ 39-കാരൻ ശ്രീകാന്തിനെ പോലീസ് സാഹസികമായി പിടികൂടി. കഴിഞ്ഞ രാത്രി 11:30-യോടെ സെൻട്രൽ ജംഗ്ഷനിലെ കേരള ബാങ്ക് ശാഖയ്ക്ക് മുന്നിലായിരുന്നു സംഭവം. മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുകയായിരുന്നു. വാക്കേറ്റത്തെ തുടർന്ന് ശ്രീകാന്ത് കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് വിനീതിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. സമീപത്ത് വാഹനപരിശോധന നടത്തുകയായിരുന്ന കൺട്രോൾ റൂമിലെ പോലീസ് ഉദ്യോഗസ്ഥർ വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തി. ഈ സമയം ചോരയൊലിക്കുന്ന ആയുധവുമായി നിൽക്കുകയായിരുന്ന പ്രതിയെ പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് പോലീസ് 108 ആംബുലൻസ് വിളിച്ച് വിനീതിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവസ്ഥലത്ത് നിന്നും പിടികൂടിയ പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൊല്ലപ്പെട്ട വിനീതിന്റെ മൃതദേഹം ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം കൃഷ്ണകുമാറിന് മുകുന്ദരാജ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണം നൽകി. കഥകളി രംഗത്തെ മികവുറ്റ സംഭാവനകൾക്കാണ് പുരസ്കാരം തേടിയെത്തിയത്. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം കൃഷ്ണകുമാറിന് അമ്പലപുരം മുകുന്ദരാജ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണമൊരുക്കി. കഥകളി രംഗത്തെ മികവുറ്റ സംഭാവനകൾക്കാണ് പുരസ്കാരം തേടിയെത്തിയത്. കേരള കലാമണ്ഡലം സ്ഥാപക സെക്രട്ടറി മണക്കുളം മുകുന്ദരാജ് സ്ഥാപിച്ച അമ്പലപുരം ദേശവിദ്യാലയം UP സ്കൂളിൽ നടന്ന പൗരസ്വീകരണത്തിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കലാമണ്ഡലം കൃഷ്ണകുമാറിനെ ഉപഹാരം നൽകി ആദരിച്ചു. 39 വർഷത്തെ ബാങ്കിംഗ് സേവനത്തിന് ശേഷം സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായ മുകുന്ദരാജ സാംസ്കാരിക അക്കാദമി സെക്രട്ടറി വിദ്യാസാഗറിനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അക്കാദമി ചെയർപേഴ്സൺ TN ലളിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി K അജിത് കുമാർ അനുമോദന പ്രസംഗം നടത്തി. പ്രശസ്ത എഴുത്തുകാരി ശ്രീദേവി അമ്പലപുരം, രാജൻ വടക്കത്ത്, ജോയൽ മഞ്ഞില, M ശശികുമാർ, K ശശിധരൻ, ജയറാം, അഷ്റഫ്, ദിലീപ്, ഫാദർ ജോൺസൺ അന്തിക്കാട്, PJ ജോർജ് കുട്ടി, C സുരേഷ് ബാബു, മജീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കഥകളിയെ ഇത്രയധികം സ്നേഹിച്ച് ബഹുമാനിച്ച് കൊണ്ടു നടക്കുന്ന ഒരു ഉയർന്ന കലാകാരനാണ് കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. കാരണം മറ്റെല്ലാറ്റിനും ഉപരിയായിട്ട് കഥകളി എന്ന വിഷയത്തെ സ്നേഹിച്ച് ബഹുമാനിച്ച് കൊണ്ടു നടക്കുന്ന ഏറ്റവും വലിയ കലാകാരനാണ് ഇന്ന് കൃഷ്ണകുമാർ എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അക്ഷരമുറ്റത്ത് പുഷ്പോദ്യാനം ഒരുക്കി ജീവകാരുണ്യ പ്രവർത്തകൻ പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ് മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ ഹൈസ്കൂളിൽ ഒരുക്കിയ മികവിന്റെ പൂന്തോട്ടം നാടിന്റെ സാംസ്കാരിക തനിമയും പ്രകൃതി സ്നേഹവും വിളിച്ചോതുന്നതായി കേരള ഹൈക്കോടതി ജസ്റ്റിസ് KV ജയകുമാർ ആദ്യ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു.
അക്ഷരമുറ്റത്ത് പുഷ്പോദ്യാനമൊരുക്കി ജീവകാരുണ്യ പ്രവർത്തകൻ. പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷ് മഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാർ ഹൈസ്കൂളിൽ ഒരുക്കിയ മികവിന്റെ പൂന്തോട്ടം നാടിന്റെ സാംസ്കാരിക തനിമയും പ്രകൃതി സ്നേഹവും വിളിച്ചോതുന്നതായി. കേരള ഹൈക്കോടതി ജസ്റ്റിസ് KV ജയകുമാർ ആദ്യ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിലെ പ്രാർത്ഥനാ സഭയിലേക്കും ക്ഷേത്രത്തിലേക്കും ആവശ്യമായ പൂജാപുഷ്പങ്ങൾ ലഭ്യമാക്കുന്നതിനായാണ് സുരേഷ് സൗജന്യമായി തോട്ടമൊരുക്കി നൽകിയത്. മുൻപ് ശബരിമല, ഗുരുവായൂർ, ചോറ്റാനിക്കര, തിരുനാവായ തുടങ്ങി കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജാപുഷ്പങ്ങൾക്കായി സൗജന്യമായി തെച്ചിപ്പൂന്തോട്ടങ്ങൾ ഒരുക്കി സുരേഷ് നേരത്തെയും വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. പുണ്യഭൂമികളിൽ പൂന്തോട്ടങ്ങളിൽ പൂജാപുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച സമ്മാനിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതെന്നാണ് ഈ ജീവകാരുണ്യ പ്രവർത്തകന്റെ ഭാഷ്യം. സഹോദരിപുത്രൻ പ്രദീപ് കണ്ണനോടൊപ്പമാണ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. മഴുവഞ്ചേരിയിലെ ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ N ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ഓഫീസ് റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ MS സുരേഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിശിഷ്ടാതിഥികൾക്ക് വിദ്യാലയത്തിന്റെ സ്ഥാപകനായ റിട്ടയർഡ് സയന്റിസ്റ്റ് ഡോക്ടർ N ഗോപാലകൃഷ്ണൻ രചിച്ച പുസ്തകങ്ങളും സമർപ്പിച്ചു. ഉദ്യാനമൊരുക്കുന്നതിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഐശ്വര്യ സുരേഷിനെയും സഹോദരിപുത്രൻ പ്രദീപ് കണ്ണനെയും ചടങ്ങിൽ വെച്ച ജസ്റ്റിസ് KV ജയകുമാർ ആദരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക MS സുജ, മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്ര പ്രസിഡന്റ് ബാബുരാജ് കച്ചേരി, വിദ്യാലയ സമിതി പ്രസിഡന്റ് ഡോക്ടർ സുരേന്ദ്രനാഥ് കൈമൾ, സെക്രട്ടറി രാകേഷ് മേനോൻ, ട്രസ്റ്റി ഹരിദാസ് കാട്ടാനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. ഇത് സുരേഷ് വിളിച്ചു, ഇദ്ദേഹം വിളിച്ചു. അപ്പൊ എനിക്ക് എന്താണ് ഇവിടെ നടക്കുന്നത് കൃത്യമായ ഐഡിയ ഇല്ല, ശ്രദ്ധിക്കാൻ സമയവും ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചതും ഇല്ല കൂടുതൽ. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഐ ആം വെരി ഹാപ്പി. അപ്പൊ എന്തായാലും വളരെ ഒരു പവിത്രമായ, വളരെ ഒരു ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചു. നമ്മുടെ പഠന രീതികളെ കുറിച്ച് എല്ലാം സംസാരിച്ചു. നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ വളരെ പരിഭാവനമായ ഒരു പദ്ധതിയാണ് നമ്മുടെ സ്കൂളിലെ അദ്ദേഹം എന്നോട് സംസാരിക്കേണ്ടായി. പ്രോട്ടോകോൾ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ഒരാളായിട്ട് പോലും സാറ് നമുക്ക് തരുന്ന ഒരു ഇതുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താ പറയുക, ദൈവത്തിന്റെ ജന്മം എടുത്ത ആൾക്കാർ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ കൂടെ വേദി പങ്കിടാൻ പറ്റി. അതുപോലെ ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ ബാബുട്ടൻ മുന്നേ സംസാരിച്ചു, നമ്മൾ ദൈവത്തിനെ ആരും കണ്ടവരും ആരുമില്ല, ഒക്കെ ഒരു സങ്കല്പമാണ്. അതുപോലെ ഉള്ളൊരു സങ്കല്പത്തിലുള്ള ഒരു ദൈവമായിട്ടുള്ള സ്വാമിജിയാണ് ഇന്ന് ഇവിടേക്ക് എത്തിച്ചതും. അതുപോലെ തന്നെ സ്വാമിജി പറഞ്ഞ നിർദ്ദേശപ്രകാരം ചെയ്തു തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നു. ഈ നല്ല മാറ്റം എൻ്റെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിൽ കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണമെന്നും അവസരമായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സമ്പാദിക്കുന്ന ഓരോ രൂപയും. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. വിശദമായ വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം.